തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ കാണിക്കുന്ന ആർജവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇത്തരം സംഭവങ്ങളും സഭയുടെ ഭാഗത്തെ പ്രതികരണങ്ങളും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആവർത്തിക്കാതിരിക്കാൻ ഈ സംഭവങ്ങളും അതോടനുബന്ധിച്ച് രൂപപ്പെട്ടു വന്ന ദേശീയ തലത്തിലെ പ്രതിഷേധങ്ങളും നിമിത്തമാകും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രത്യാശ. ഇതോടുകൂടി എല്ലാ പ്രതിഷേധവും എല്ലാം അവസാനിപ്പിക്കുകയാണ്, ഒന്നുമില്ലേ? ഈ വിഷയത്തിൽ അവരുടെ ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതേസമയം ആ കേസ് ശരിയായ ദിശയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ സിസ്റ്റേഴ്സിന് നീതി കിട്ടുന്നുണ്ട് എന്നുറപ്പ് വരുത്താൻ പോരുന്ന നിയമപരമായ നടപടികൾ തീർച്ചയായും സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആരാണ് ശരിക്കും ഈ ആക്രമണത്തിലും ഈ നിയമവാഴ്ചക്കെല്ലാം ഉത്തരവാദി? ഇനിയെങ്കിലും അത് ആരാണ് എന്ന കാര്യത്തിൽ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും? സ്പെസിഫൈ ചെയ്ത് പറയാവുന്നത് ഈ പല സംസ്ഥാനങ്ങളിലും രൂപീകരിച്ചിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ഈ നിയമത്തിലെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ആശയത്തെ അതാരാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ആൾക്കൂട്ടം അത് വ്യാഖ്യാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ പ്രതിസന്ധിക്ക് വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചകളും പരിഹാരങ്ങളും ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഭരണകക്ഷിയെയോ ഭരണ നേതാവിനെയോ മാത്രമല്ല, സമൂഹം ഒന്നടങ്കം ജാഗ്രത പുലർത്തേണ്ട ഒരാവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ കേന്ദ്രം ആർജവം കാണിച്ചെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ആർജവം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.